ഹലോ കൂട്ടുകാരെ, ഇപ്പം നമ്മുടെ തലയായ പ്രശ്നം നമ്മുടെ തല തന്നെയാണ് പ്രശ്നം കേട്ടോ. തലമുടി നരയ്ക്കുന്നതാണ് വലിയൊരു പ്രശ്നമായിട്ട് തീരുന്നത്. ഒന്ന് മാറ്റണമെങ്കിൽ നമുക്കൊരു സൂപ്പറായിട്ടൊരു നാച്ചുറൽ ഡൈ ഒന്ന് തയ്യാറാക്കി നോക്കാവേ. അതിനാദ്യം വേണ്ടത് നമുക്ക് കാപ്പിപ്പൊടിയാണ് കേട്ടോ. കാപ്പിപ്പൊടി ഞാനിപ്പം ബ്രൂ ആണ് എടുത്തിരിക്കുന്നത്. 2 സ്പൂൺ കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മാതളം പഴത്തിൻ്റെ തോട് ഉണക്കി പൊടിച്ചതുണ്ടെങ്കിൽ അതിടാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ പൊടി ഇടാം. ബീട്രൂട്ടിൻ്റെ പൊടി 1 സ്പൂൺ ഇട്ടിട്ട് നല്ലപോലെ തിളയ്ക്കണം. ഇരുമ്പ് ചീനച്ചട്ടിയാണ് സൂപ്പറായിരിക്കും കേട്ടോ. ഇരുമ്പ് ചീനച്ചട്ടിക്കകത്ത് എടുക്കണേ. ഇതിപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇപ്പം തിളച്ച ഉടനെ ഞാനിതങ്ങ് ഓഫാക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്തോട്ട് 2 സ്പൂൺ മൈലാഞ്ചി പൊടി, നെല്ലിക്കയുടെ പൊടി ഒരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. കയ്യോന്നിപ്പൊടി 2 സ്പൂണ്. ഈ പൊടിയെല്ലാം പച്ചമരുന്ന് കടയിൽ കിട്ടും, നല്ല ഫ്രഷ് ആയിട്ടുള്ളത് മേടിക്കണേ. ഇത് കടുക്കാപ്പൊടിയാണ്. കടുക്കാപ്പൊടി നല്ല സൂപ്പറായിരിക്കും, നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടും. അത് 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിനകത്തിട്ടിരിക്കുന്ന പൊടിയൊക്കെ മനസ്സിലായല്ലോ അല്ലേ? കരിങ്ങാലിപ്പൊടി, കയ്യോന്നിയുടെ പൊടി, മൈലാഞ്ചിയുടെ പൊടി, നെല്ലിക്കയുടെ പൊടി, കടുക്കായുടെ പൊടി. ഇത്രയാണ് ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടി നമ്മൾ കട്ടയില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്യണം. നമ്മൾ മിക്സ് ചെയ്യുന്നത് ആ കാപ്പിപ്പൊടിയും ബീട്രൂട്ടിൻ്റെ പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ച വെള്ളത്തിലാണ് നമ്മളിത് നല്ലപോലെ കലക്കുന്നത് കേട്ടോ. ഇത് ഇവിടെ കത്താപ്പൊടി എന്ന് പറയും, കരിങ്ങാലിപ്പൊടി, അത് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ ഒലിച്ചിറങ്ങുന്ന കണക്ക് മിക്സ് ആക്കരുത് കേട്ടോ. മിക്സ് ആക്കിയിട്ട് നമ്മൾ ആ ചീനച്ചട്ടിയിലോട്ട് അങ്ങോട്ട് പരത്തി വെച്ചിട്ട് ഒരു പാത്രം വെച്ച് നമുക്ക് മൂടി വയ്ക്കാവേ. ഇനി നാളെ രാവിലെ നമുക്ക് തുറന്ന് നോക്കിയാൽ മതി. രാവിലെയായി, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. സൂപ്പർ ബ്ലാക്ക് കളറ്. അതിനി നമുക്കതിൻ്റെ കൂടെ ഒരു എഗ്ഗ് വേണം. എഗ്ഗ് നമ്മുടെ തലമുടിക്കും സ്കാൽപ്പിനും ഒക്കെ നല്ല സൂപ്പർ സാധനമാണ് ഈ മുട്ട. ചുമ്മാതെ നമ്മുടെ തലയിൽ മുട്ട മാത്രമായിട്ടും തേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു മുട്ടയുടെ വെള്ള മാത്രം മതി. മുട്ടയുടെ വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിലോട്ട് തേക്കാം കേട്ടോ. നമുക്കിനി തലയിലോട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. തലയിലോട്ട് തേച്ച് പിടിപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ എന്നെ എടുക്കണമെന്ന് പറയുന്നത് നല്ലപോലെ അങ്ങ് ചീകണം. ഞാൻ തലേദിവസം ഷാമ്പൂ ഒക്കെ ഇട്ട് നീറ്റാക്കി വെച്ചിരിക്കുകയാണ്. തല നല്ലപോലെ ചീകിയിട്ട് ഇങ്ങനെ ഓരോ പോർഷനായിട്ട് എടുത്ത് വേണം ഇങ്ങനെ മുടിയും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് തേക്കണം. ഓരോ സൈഡിൽ തേച്ചെന്നാൽ ആ സൈഡിൽ മാത്രമേ, ഒത്തിരി നരയുള്ളവർ അതിനനുസരിച്ച് കൂടുതൽ പൊടി എടുത്ത് വേണം കേട്ടോ. എടുത്ത് മൊത്തം തല അങ്ങോട്ട് തേച്ച് ചുറ്റി കെട്ടി എടുത്ത് വെച്ചിട്ട് നമുക്കൊരു കവർ വെച്ച് അങ്ങ് പാക്ക് ചെയ്യാം. ഇത് 2 മണിക്കൂർ ഈ കവർ ഇങ്ങനെ തന്നെ ഇരിക്കണം. കവർ എന്തിനാ ഇങ്ങനെ വയ്ക്കുന്നതെന്ന് ചോദിച്ചെന്നാൽ ആ ഈറപ്പതം അങ്ങനെ തന്നെ നിൽക്കും. അല്ലെങ്കിൽ മേലെ ഇരിക്കുന്നതെല്ലാം കാഞ്ഞു പോയി ഉണങ്ങിപ്പോവും മൊത്തം. ഇത് 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിനി എടുത്തിട്ടൊന്ന് കുളിച്ചിട്ട് വരാം. ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞ് ഞാനെടുത്ത് കുളിച്ചിട്ട് കണ്ണാടി നോക്കിയപ്പോൾ ആ സൈഡിലുള്ള നരയൊന്നും കാണാനില്ല. കണ്ടോ? നരയൊന്നുമില്ല. നിങ്ങൾക്ക് ഇത്ര മതിയെങ്കിൽ ഇത് കൊണ്ടങ്ങ് നിർത്തിയേക്കാം. ഇല്ലെങ്കിൽ പിന്നെ നല്ല ഡാർക്ക് കറുപ്പ് വേണമെന്നുള്ളവർ, ചില ആൾക്കാർക്ക് നീലയമരി ഇടുമ്പം ജലദോഷം വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ജലദോഷമൊന്നും ഇല്ലാത്തവർ ഇത് ട്രൈ ചെയ്യുക. അത് കഴിഞ്ഞ് നല്ലപോലെ ഉണങ്ങിക്കഴിയുമ്പോൾ നീലയമരിയുടെ പൊടി എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് 2 നുള്ളു പൊടിയുപ്പ് വേണേ. പൊടിയുപ്പും കൂടി ഇട്ട് ആ ചൂടുവെള്ളത്തിലാണ് മിക്സ് ചെയ്യാനായിട്ട്. ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് തലയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് വേണം കുളിക്കാനായിട്ട്. ജലദോഷം ഉള്ളവർ യൂക്കാലിയുടെ 2 തുള്ളി യൂക്കാലി ഒഴിച്ച് അത് നമ്മുടെ തലയിൽ തേക്കുക ഇതിൻ്റെ കൂടെ കേട്ടോ. ട്രൈ ചെയ്ത് നോക്ക്. ജലദോഷമുള്ളവർക്ക് ഇത് തണുപ്പായതുകൊണ്ട് ജലദോഷമുള്ളവർക്ക് ഇത് സെറ്റാകത്തില്ല. തല നല്ലപോലെ തോർത്തിയിട്ട് വേണം ഇത് തേക്കാനായിട്ട് കേട്ടോ. നീലമരിയുടെ പൊടി ഇത് നമ്മുടെ തലയിൽ തേച്ചിട്ട് ഒരു 20 മിനിറ്റ് മതി കേട്ടോ. 20 മിനിറ്റ് അങ്ങനെ തന്നെ കെട്ടി വെച്ചിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ചുമ്മാ പ്ലെയിൻ വെള്ളത്തിൽ കഴുകി കളയാം.
ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ ആഴ്ച ഓരോ ആഴ്ചയിലും ചെയ്യണം. അത് കഴിയുമ്പം 2-3 മാസം കൂടുമ്പം, പിന്നെ ഒരു 6 മാസം കൂടുമ്പം, പിന്നെ നമ്മുടെ കളറങ്ങ് നമ്മുടെ മുടിയിലായിട്ടങ്ങ് സെറ്റാകും. കണ്ടോ? ഇപ്പോൾ എനിക്ക് നീറ്റായി. അന്ന് എണ്ണ തേക്കില്ല കേട്ടോ, പിറ്റേ ദിവസം എണ്ണ തേക്കാവുള്ളൂ. കണ്ടോ? നീറ്റായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് പറയണം കേട്ടോ മക്കളെ. എനിക്ക് നല്ല ഒരു പോസിറ്റീവ് റിസൾട്ടാണ് കിട്ടിയത്. ഈ നാച്ചുറൽ ഹെയർ ഡൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെന്നാൽ മറക്കാതെ കമൻ്റ് ഇടണം കേട്ടോ. ഓക്കെ, ബൈ.